KSRTCയിൽ വനിതകൾക്ക് ഒരുപാട് സൗജന്യങ്ങളൊക്കെ നൽകുന്ന വാർത്തയാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. പക്ഷേ പുതുതായിട്ട് അധികാരം ഏറ്റെടുത്ത CP ജോൺ എന്ന് പറയുന്ന KSRTCയുടെ വകുപ്പ് മന്ത്രി അറിയാൻ ചില കാര്യങ്ങളുണ്ട്. ഇവിടെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന പുതിയൊരു കമ്പനി രൂപീകരിച്ചു. അവർക്ക് ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണ്? അവർ പരമാവധി ആളുകളെ വിളിച്ച് കയറ്റി അതിൽ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ശമ്പളം കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർക്ക് ബാറ്റ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ബസ്സുകളിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവർമാരിലും കണ്ടക്ടർമാരിലും ഒരു വിഭാഗം ഉത്തരവാദിത്വത്തോടെയാണോ പ്രവർത്തിക്കുന്നതെന്നുള്ള വലിയ സംശയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവം, ആലപ്പുഴയിൽ നിന്ന് ഒരു സ്ത്രീ ആ ബസ്സിലേക്ക് കയറുകയാണ്. അവർക്ക് കായംകുളത്തേക്കാണ് പോകേണ്ടത്. ബസ്സിൽ കയറി ഒരു 5 മിനിറ്റ് എത്തുമ്പോഴേക്കും ബസ്സിൽ സഡൻ ബ്രേക്ക് ഇടുന്നു. അപ്പം സീറ്റ് കിട്ടാതെ നിൽക്കുന്ന ഈ സ്ത്രീക്ക് മുന്നിലേക്ക് പിന്നിൽ നിന്ന് വലിയ തള്ളുണ്ടാകുന്നു. തള്ളു വരുമ്പോഴത്തേക്ക് ഇവർ സ്വാഭാവികമായിട്ടും മറിഞ്ഞു വീഴുകയാണ്. മറിഞ്ഞു വീണത് ഫുട്ബോളിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഫുട്ബോളിലേക്കാണ്. അപ്പോൾ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് ഫുട്ബോളിലേക്ക് പോകുമ്പോൾ വീഴാനുള്ള ആ ഒരു പേടിയിൽ പെട്ടെന്ന് അടുത്തുള്ള കമ്പിയിലേക്ക് വലിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഒരു കാല് താഴേക്ക് വീഴുന്നു. എന്നിട്ട് ബസ്സിലുള്ളവരെല്ലാം കൂടെ ബഹളം വെക്കുന്നു. ബസ് പെട്ടെന്ന് നിർത്തുന്നു. അപ്പോൾ എല്ലാവരും കൂടെ പിടിച്ച് ഇവരെ കയറ്റുന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ബസ്സിൽ നിന്ന് തലയടിച്ച് താഴേക്ക് പോകേണ്ടതാണ്. ഭാഗ്യത്തിന് ഈ ഫുട്ബോളിലുള്ള ആ കമ്പിയിൽ പിടികിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ആ ഡോറിൻ്റെ വശത്ത് പിടികിട്ടി. എന്താണെന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഈ ബസ്സിൻ്റെ ഡ്രൈവർ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഓട്ടോമാറ്റിക് ഡോർ അടച്ചിട്ടില്ല. അതായത് ഒരു 5 മിനിറ്റോളം ബസ് യാത്ര ചെയ്തതിന് ശേഷമാണ് ഡോർ അടച്ചിട്ടില്ല എന്നുള്ള കാര്യം ഡ്രൈവർ അറിയുന്നത്. എന്നിട്ട് ഇവർക്ക് പരിക്കേറ്റിയപ്പോൾ ബാക്കിയുള്ള ആളുകളൊക്കെ ആശുപത്രിയിൽ പോകാം, അല്ലെ യാത്രക്കാരൊക്കെ അതിന് പിന്തുണയ്ക്കുന്നു. പക്ഷേ ഇവർ പറയുന്നത് വേണ്ട, നമുക്ക് കായംകുളത്തേക്ക് പോകല്ലേ, അവിടെ ചെന്നിട്ട് നോക്കാം. എന്നാൽ കണ്ടക്ടറോ ഡ്രൈവറോ ഇവർക്ക് എന്ത് പറ്റി, ആശുപത്രിയിൽ പോകണോ, എന്തെങ്കിലും സഹായം വേണോ, ഒരക്ഷരവും മിണ്ടുന്നില്ല. പരാതിയുമായിട്ട് ഇവർ കായംകുളം സ്റ്റേഷനിലെത്തുന്നു. കായംകുളത്തെ സ്റ്റേഷൻ മാസ്റ്റർ അൻസാർ എന്നാണ് പേര്. അദ്ദേഹം ചോദിക്കുന്നു ആശുപത്രിയിൽ പോകണോ, ഇവർക്കെതിരെ നടപടി എടുക്കണോ. അപ്പോൾ അവർ പറഞ്ഞത് നടപടി വേണ്ട, പക്ഷേ ഈ ഒരു വലിയ അനാസ്ഥയാണ്. എനിക്ക് പകരം ഒരു അമ്മയും കുഞ്ഞുമാണ് അവിടെ നിന്നെങ്കിൽ കുഞ്ഞ് സ്വാഭാവികമായിട്ടും തെറിച്ച് താഴെ പോകും. അല്ലെങ്കിൽ കുറച്ചുകൂടി ബാലൻസ് ഇല്ലാത്തൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരുടെ തലയടിച്ച് റോഡിൽ വീഴും, അവർ മരിച്ചു പോകുമായിരുന്നു. ഇത്തരം വലിയൊരു അനാസ്ഥ കാണിക്കുന്ന ഈ ആളുകൾ എന്തുകൊണ്ട് നിങ്ങളിത് ചോദിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ ആ ഡ്രൈവർ പറയുന്നത് ഒരു പക്ഷേ ഓട്ടോമാറ്റിക് ഡോറ് എയറിൻ്റെ ഒരു കംപ്ലൈൻറ്റ് മൂലം അടയാതിരുന്നായിരിക്കാം. വളരെ നിസ്സാരമായിട്ട് കാണുന്നു. അപ്പോൾ ഇതൊരു കഥയാണോ എന്ന് ചോദിക്കാം. അല്ല, ഇതിൽ RS 593 KL 15A 3031 ഈ KSRTC ബസ്സിലാണ് സംഭവിച്ചത്. ഇത് തിരുവനന്തപുരത്തേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. ഇതിൻ്റെ ടിക്കറ്റ്, ഈ പാസഞ്ചർ എടുത്ത ടിക്കറ്റ് കൂടി നമുക്ക് ഇതിനൊപ്പം കാണിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ചില അനാസ്ഥകൾ കാണിക്കുന്നുണ്ട് എന്ന് പുതിയ മന്ത്രി മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ഈ ബസ്സിൽ കയറുന്ന യാത്രക്കാർക്ക് എന്ത് സുരക്ഷിതത്വമായിരിക്കും ഈ ജീവനക്കാർ നൽകുന്നത്? ശരിക്കും ഇവരെന്ന് പറയുന്നത് ഒരു കോൺട്രാക്ടർ ജീവനക്കാരെ പോലെ പണിയെടുക്കുന്നതുകൊണ്ട് KSRTCയോട് ഉത്തരവാദിത്വം ഇല്ലാത്തവരായി മാറുകയാണോ? എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ച് പേരെങ്കിലും അങ്ങനെ ആവില്ലേ? എന്തായിരിക്കും അത്? ഓട്ടോമാറ്റിക് റോഡിന്റെ ഡോറിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. അവര് പറയുന്ന ഡോർ, ഞാൻ സംസാരിച്ച അവര് പറഞ്ഞത് സ്റ്റക്കായി പോയി. ഈ എയറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സംഭവം ഉണ്ടായതാണെന്നാണ് അവർ പറയുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ നമ്മള് ഡോറ് വർക്ക് സ്റ്റക്ക് ആണെങ്കിലും അവിടെ നിർത്തി അത് റെഡിയാക്കിയിട്ടേ പോകാനുള്ളതാണ് നിയമം. പോയത് അല്ല, അവര് അവിടെ വെച്ചാണ് സ്റ്റക്കായെന്ന് പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. അപ്പം അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തായാലും ഒരു കംപ്ലൈന്റ് കൊടുക്കുക. നമുക്കത് അന്നേരം അത് അവരെ വിളിപ്പിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ആ രീതിയിൽ പരിഹരിക്കാം. സ്വിഫ്റ്റ് സമ്പ്രദായം എന്ന് ഞാൻ പറയുന്നത് സ്വിഫ്റ്റ് വണ്ടികളുടെ സമ്പ്രദായം എന്ന അർത്ഥത്തിലുണ്ട്. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആയിട്ട് ബന്ധപ്പെടുത്തി ഈ സമ്പ്രദായം ഇതിനകത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഇതൊരു കോൺട്രാക്റ്റ് വ്യവസ്ഥയാണ്. കോൺട്രാക്റ്റാണത്. KSRTCക്കകത്തുള്ള ഒരു സ്വകാര്യ ഇടപാടാണ്. അപ്പോൾ സ്വകാര്യ കമ്പനിക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ട് അവരാണ് ഈ സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇതിൽ ജീവനക്കാർക്ക് സർക്കാരുമായിട്ട് ബന്ധമില്ല, KSRTC ആയിട്ട് ബന്ധമില്ല. KSRTCയിലെ തൊഴിലാളി യൂണിയനുകളെല്ലാം ഇതിനെതിരാണ്. കാരണം ഒന്ന്, അത് സംഘടിത തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിയാണുള്ളത് ശരിക്കും KSRTCയിൽ. അത് വിഭജിച്ച് പുറത്തു പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പുറത്തു പോവുകയും അത് സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തതിനെ അന്ന് തന്നെ എതിർത്തതിന് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും സംഭവിച്ചത്. അത് പക്ഷേ തുടരുകയാണ്. ഇവിടെ KSRTCയുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം നടക്കുമ്പോൾ ഇപ്പോൾ ഒറ്റ ചർച്ചയേ ഉള്ളൂ. അത് സൗജന്യ സ്ത്രീ യാത്ര, അതുമാത്രമാണ്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര എന്നുള്ളത് മുന്നിൽ വെച്ച് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് KSRTC സമ്പ്രദായത്തിനകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളൊന്നും ചർച്ചയിൽ വരുന്നില്ല. ഇതെന്തുകൊണ്ട് ഭീകരമായ നഷ്ടത്തിൽ പോകുന്നു, അത് ചർച്ചയിൽ വരുന്നില്ല. ഭീകരമായ നഷ്ടത്തിൽ പോകുന്നത് ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും സേവിക്കുന്നതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ശരിയല്ല.
കാരണം ഇതിൻ്റെ തലപ്പത്ത് വരുന്ന മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുന്ന ആളുകൾ, അവർ നടത്തുന്നതായിട്ടുള്ള അഴിമതികൾ, അതേപോലെ അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥർ നടത്തുന്നതായിട്ടുള്ള അഴിമതികൾ, ഇപ്പോൾ തന്നെ വ്യാപകമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ കാലത്ത് നടന്ന അതിഭീകരമായിട്ടുള്ള അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ബസ് വാങ്ങുന്ന സമയത്ത് നൽകപ്പെടുന്നതായിട്ടുള്ള കമ്മീഷനുകൾ, സ്പെയർ പാർട്ടുകൾ വാങ്ങുന്ന സമയത്ത് നടത്തപ്പെടുന്ന കമ്മീഷനുകൾ, അതേപോലെ തന്നെ അനാവശ്യമായിട്ട് ഒരു ബസ് സർവീസ് നടത്താനായിട്ട് എത്ര ആളുകൾ വേണം? പ്രൈവറ്റ് ബസ്സിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുന്ന സമയത്ത് ഡ്രൈവറും കണ്ടക്ടറും ചിലയിടങ്ങളിൽ കിളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഡോർ ചക്രം ഉണ്ടാകും. 3 പേരേ ഉള്ളൂ. 3 പേരുണ്ട് ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യാം. KSRTC ബസ്സിൽ 3 പേരല്ല ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബസ് ഓപ്പറേറ്റ് ചെയ്യാനുണ്ട്. 7-8 പേരുണ്ട്. ഇതെന്തുകൊണ്ട് പരിഹരിച്ചുകൂടാ? എന്തുകൊണ്ട് കാര്യക്ഷമമായിക്കൂടാ? അതിനെക്കുറിച്ച് എന്താ ചർച്ച നടക്കാതെ? ഗവൺമെൻറ് കാശ് കൊടുക്കണം. ഗവൺമെൻറ് കാശ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കാശാണ്. ഈ കാശ് വെറുതെ എടുത്ത് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നതിൽ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന് ഒരു മന്ത്രിയുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ മന്ത്രി ഇല്ലാതെ ഇതൊക്കെ നടക്കും. മന്ത്രി വരുന്ന ഇതൊക്കെ നിയന്ത്രിക്കാനും കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. CP ജോണിന് ഈ കാര്യത്തിൽ നല്ല ശ്രദ്ധ പുലർത്താനും മാറ്റം വരുത്താനും കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ KSRTC ബസ്സിൽ ഓട്ടോമാറ്റിക് ഡോറാണ്. ഈ ഓട്ടോമാറ്റിക് ഡോർ സംവിധാനം തന്നെ ഈ ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് ഇടാം. ഇതൊക്കെ സംഭവിക്കാം, സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ ഡോർ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രമേ ബസ് എടുക്കാവുള്ളൂ. അതല്ല എങ്കിൽ ഒരു യാത്രക്കാരൻ അല്ലെങ്കിൽ യാത്രക്കാർക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ, ഒരു കുഴപ്പം സംഭവിച്ചാൽ അവർ പോയി നിന്ന് ചോദിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആശുപത്രി പോകണോ, ബസ് ആശുപത്രിയിലേക്ക് മാറ്റണോ? അങ്ങനെ ചോദിക്കുന്ന 90% ജീവനക്കാരുണ്ട്. അവർക്ക് പേരുദോഷം ഉണ്ടാക്കുന്നത് ഈ കോൺട്രാക്ട് വ്യവസ്ഥയിൽ പ്രവൃത്തിയെടുക്കുന്ന 10%ഓളം സ്വിഫ്റ്റ് ജീവനക്കാരാണ്. സ്വിഫ്റ്റുകാർ മുഴുവൻ കുഴപ്പക്കാരാണെന്ന് പറയുന്നില്ല. അവർക്ക് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയായിരിക്കാം. കാരണം ഇതിലൂടെ കിട്ടുന്നത് KSRTCയിൽ ശമ്പളം മുടങ്ങിയാലും സ്വിഫ്റ്റിൽ ശമ്പളം മുടങ്ങില്ല. അവർക്ക് കൃത്യമായിട്ട് പൈസ കൊടുക്കും. അപ്പോൾ ഇവർക്ക് വേണ്ട ഉത്തരവാദിത്വമുണ്ടോ, കാര്യക്ഷമതയുണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ പുതിയ ഭരണകൂടത്തിനും പുതിയ മന്ത്രിക്കും കഴിഞ്ഞില്ലെങ്കിൽ ജനങ്ങൾക്ക് ഈ KSRTCയോടുള്ള വിശ്വാസം അതുപോലെ നഷ്ടപ്പെടും. ഇവിടെ സ്ത്രീകളുടെ സൗജന്യ യാത്ര മാത്രമല്ലല്ലോ ചർച്ച ചെയ്യപ്പെടേണ്ടേ. ഈ പൊതുഗതാഗത സംവിധാനം ജനങ്ങൾക്ക് എത്ര ഉപകാരപ്പെടുന്നു, ജനങ്ങൾക്ക് വേണ്ടിയാണോ നിലകൊള്ളുന്നത് എന്നുകൂടി നോക്കാൻ മന്ത്രി മുന്നിട്ടിറങ്ങണ്ടേ? തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ പണം ഒഴുകുന്ന അല്ലെങ്കിൽ പണം ചോർന്നു പോകുന്ന വഴികൾ അന്വേഷിക്കുക, കാര്യക്ഷമമാക്കുക, അതുപോലെ യാത്രക്കാർക്ക് യാത്ര സുരക്ഷിതമാക്കുക. അവരൊരു നിസ്സാരമായ കാരണം പറഞ്ഞത് എയർ ഡോറാണ്. എയർ ആവശ്യത്തിനില്ലാത്തതിൻ്റെ ഫലമായിട്ട് അത് അടക്കാൻ പറ്റിയില്ല എന്ന് അയാൾ പറയുന്നു. എല്ലാവർക്കും അത് കേൾക്കേണ്ടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചില സമയത്തൊക്കെ ആ പ്രോബ്ലംസ് ഉണ്ടാകും. പക്ഷേ ഇവരെന്ത് ചെയ്യേണ്ടത്? ഇവർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡോർ അടക്കാൻ പറ്റില്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട, അത്രയല്ലേ പ്രശ്നമുള്ളൂ. അതൊന്നും അവർ ചെയ്യുന്നില്ല. കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ വിഷയം തീരാവുന്നേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്തിട്ടതിന് ശേഷം ഡോർ അടച്ചിട്ട് യാത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് നമ്മൾ പറയുന്നത് നമ്മൾ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സ്ത്രീ മിക്കവാറും തന്നെ ഈ ഡോറിൽ ആ പിടി വിട്ടുപോയിരുന്നെങ്കിൽ അവർക്ക് മരണം സംഭവിക്കാം. അതാ മറ്റൊരാളായിരുന്നു, കുട്ടിയായിരുന്നു ഒക്കെ ഈ സംഭവിക്കാവുന്നതാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യണം? സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തൊന്നുമില്ല. ഒരാളുടെ ജീവൻ തിരിച്ചു നൽകാൻ കഴിയില്ല. അതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് ഈ വെഹിക്കിൾ ആക്റ്റൊക്കെ പ്രവർത്തിക്കണം എന്ന് പറയുന്നത്. അവർ ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഉത്തരവാദിത്വമില്ല ഈ കാര്യത്തിൽ. ഇതിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും ഇല്ല. നേരത്തെ ഒരുപാട് ഘട്ടങ്ങളിൽ ഈ ബസ്സൊക്കെ ഇങ്ങനെ വളവ് തിരിയുന്ന സമയത്ത് വീശി അടിക്കും. അങ്ങനെ വീശി അടിക്കുമ്പോൾ ഡോറിലുള്ള ഒരാൾക്കാർക്ക് തെറിച്ചു പോകുമായിരുന്നു. അവരിൽ പല മരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡോറ് നിർബന്ധമാക്കുന്നത്. ഈ നിരന്തരമായിട്ടുള്ള മരണത്തിൽ നിന്ന് എന്നുവെച്ചാൽ രക്തസാക്ഷികളാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഡോറ് ഇതുപോലെ ഡോർ എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവരാണ് അതിനെ പ്രേരിപ്പിച്ച് അങ്ങനെ ആക്കിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടും യാതൊരു ഉത്തരവാദിത്വമില്ലാതെ അതൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാതെ മുന്നോട്ട് പോവുകയും വീണ്ടും അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് എന്തൊരു കുഴപ്പം പിടിച്ചൊരു കാര്യമാണ്. ഇതിലേക്ക് കൂടി ശ്രദ്ധ തിരിയണം. വെറുതെ നമ്മൾ സൗജന്യം അതിൽ
അതൊരു കഥയില്ലാത്ത കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ വനിത നമ്മുടെ അടുത്ത് പരാതി പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പരാതി വെച്ചിട്ട് നമുക്ക് വാർത്ത കൊടുക്കാന്ന് പറയുമ്പോൾ വേണ്ട, കാരണം ഞാൻ പരാതി കൊടുക്കുന്നത് മൂലം ആ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത, അത് വേണ്ട, എനിക്കുണ്ടായതുപോലെ ഒരു സംഭവം ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതുകൊണ്ട് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്റർ, കായംകുളത്ത് സ്റ്റേഷൻ മാസ്റ്റർ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ പരാതി എടുക്കുക, ആ പരാതി വെച്ചിട്ട് ഇതിൻ്റെ MD-ക്ക് നമുക്ക് പരാതി നൽകാം, അവർ നടപടിയെടുക്കും. അപ്പോഴും പറയുന്നത് ഇവരുടെ കാര്യക്ഷമത, എല്ലാവരും അങ്ങനെയാണെന്ന് വീണ്ടും പറയുന്നു, അങ്ങനെയല്ല, പക്ഷേ ചിലരെങ്കിലും അങ്ങനെയാണ്. അതുമൂലം ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ അതുമൂലം ദുരന്തമുണ്ടാകുന്നത് ആ വ്യക്തിക്കും ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട കുടുംബത്തിനും മാത്രമായിരിക്കും. അതുകൊണ്ട് അനാസ്ഥ കാണിക്കുന്ന ഇത്തരം ആളുകൾ അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം. അതിനുവേണ്ട നടപടിയെടുക്കണമെങ്കിൽ മന്ത്രി ഇടയ്ക്കിടയ്ക്ക് ഒരു പരിശോധനയൊക്കെ നടത്തി ഇവരുടെ കാര്യക്ഷമത അന്വേഷിച്ച് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കണം. മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ വന്നപ്പോൾ KSRTCക്ക് ഒരു പുതുജീവൻ സംഭവിച്ചു എന്നാണ് കരുതിയത്. അതുപോലെയാണ് ഈ കണക്കിലൊക്കെ വലിയ ഗ്രാഹ്യമുള്ള അല്ലെങ്കിൽ ഒരു മന്ത്രിയാകാൻ സർവ്വതാ യോഗ്യതയുള്ള CP ജോൺ ഈ വകുപ്പിൻ്റെ തലപ്പത്തേക്ക് വരുമ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് അദ്ദേഹവും അത്തരം ഒരു തീരുമാനമെടുക്കുമെന്നാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള മന്ത്രി കൂടിയല്ലേ അദ്ദേഹം? തീർച്ചയായിട്ടും CP ജോണിൽ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അതായത് വെറുതെ അദ്ദേഹം ഓഫീസിൽ കയറിയിരിക്കുന്ന ഒരു മന്ത്രി ആയിരിക്കില്ല. ഈ കാര്യങ്ങളിൽ ഇടപെടുകയും ഈ ഉദ്യോഗസ്ഥരുമായിട്ട് അതുപോലെ ജീവനക്കാരുമൊക്കെ ആയിട്ട് സംസാരിക്കുകയും അവരുടെ ഒരു മൈൻഡ് സെറ്റിനെ വേണമെങ്കിൽ മാറ്റാവുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. ഇപ്പോൾ നോക്കൂ, KK ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സമയത്ത് നമുക്കറിയാം ആരോഗ്യവകുപ്പിലുള്ള മാറ്റം എന്ന് പറയുന്ന മാനസികമായ മാറ്റമായിരുന്നു. ഡോക്ടർമാരും അതുപോലെ നഴ്സുമാരും ഒക്കെ വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിലും മാനുഷികമായിട്ടുള്ള രീതിയിലും പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിരുന്നു. കാരണം മന്ത്രി അവർക്കൊപ്പം നിന്നിരുന്നുള്ളതാണ്. അതുപോലെ CP ജോണിന് തീർച്ചയായിട്ടും ഇവർക്കൊപ്പം നിൽക്കാനായിട്ട് കഴിയും. അങ്ങനെ ഒപ്പം നിൽക്കുന്ന സമയത്ത് ഇവരുടെ മനസ്ഥിതികൾക്ക്, ഇപ്പോൾ ഞാൻ പലപ്പോഴും പരാതി പറയുന്നതാണ്, രാത്രികാലങ്ങളിലൊക്കെ ബസ് കാത്ത വഴിയിൽ നിൽക്കുന്ന ആളുകൾ കൈ കാണിക്കുമ്പോൾ അവർ സാങ്കേതികത്വം പറഞ്ഞ് അവരെ കയറ്റാതെ കടന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അങ്ങനെയല്ല ഒരു ഡ്രൈവർ, രാത്രിയാണല്ലോ ഇനി ബസ് കിട്ടാൻ സാധ്യതയില്ലോ എന്ന് കരുതി മനുഷ്യത്വപരമായി ഫാസ്റ്റ് ആണെങ്കിൽ പോലും അയാൾ കയറ്റിക്കൊണ്ട് പോകണം. ഈ ഒരു സമീപനം KSRTCയിലെ എല്ലാ ജീവനക്കാരിലേക്കും എത്തിക്കാൻ മന്ത്രിയുടെ ഇടപെടലും മന്ത്രിയുടെ പെരുമാറ്റവും സഹായകരമായിരിക്കും. അതിന് തീർച്ചയായിട്ടും CP ജോണിന് കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.